സമരപ്പന്തലിനു മുന്നിൽ കണിയൊരുക്കിയാണ് ആശമാർ പ്രതിഷേധിക്കുന്നത്. സമരം അവസാനിപ്പിക്കാൻ സർക്കാർ കണ്ണു തുറക്കണമെന്ന് മാത്രമാണ് ആശമാർക്ക് പറയാനുള്ളത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിൽ നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശമാരുടെ സമരം 64-ാം ദിവസം പിന്നിടുകയാണ്. ഇന്ന് 64-ാം ദിവസം. പ്രതിഷേധം ശക്തമാണ്. ഈ 64-ാം ദിവസത്തിലും ഇപ്പോൾ വിഷുദിനത്തിൽ കണി ഒരുക്കിക്കൊണ്ടാണ് ഈ പ്രതിഷേധം നടത്തുന്നത്. അതായത് ഇവരുടെ സമരപ്പന്തലിന് മുൻവശത്ത് കണി, കൃഷ്ണൻ്റെ വിഗ്രഹവും മറ്റ് കണി കാണാൻ ഉപയോഗിക്കുന്ന എല്ലാ നമ്മൾ വീടുകളിൽ എങ്ങനെയാണോ കണി കാണാൻ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ എല്ലാം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അങ്ങനെ കണി ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധം തുടർന്ന്. തൊട്ടപ്പുറത്ത് തന്നെ ഒരു കൃഷ്ണനെ, ഒരു ഉണ്ണിക്കണ്ണനെയും ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ പ്രതിഷേധം അതിൽ ഒരു കുറവുമില്ല. പ്രതിഷേധം ശക്തമാവുകയാണ്. ഇപ്പോൾ നിരവധി അമ്മമാർ ഈ സ്ഥലത്ത് ഇരിപ്പുണ്ട്. ഈ കേരളീയ വസ്ത്രങ്ങളെല്ലാം ധരിച്ചുകൊണ്ട് തന്നെ അമ്മമാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അമ്മ, വിഷുദിനമാണ്. വിഷുദിനത്തിലും വീടുകളിൽ ആഘോഷിക്കേണ്ടതാണ്. എന്നാൽ ദൗർഭാഗ്യവശാൽ ഇവിടെ തന്നെ വിഷു ആഘോഷിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിൽ വലിയ പ്രയാസമുണ്ട്. പിന്നെ ആശമാരുടെ ഒപ്പം ആയതുകൊണ്ടും നമ്മുടെ അവകാശം ആയതുകൊണ്ടും നമ്മളിവിടെ ആഘോഷിക്കുന്നു. ഇന്നലെ രാത്രി എൻ്റെ കൊച്ചുമോൻ വിളിച്ചിട്ട്, കൊച്ചുമക്കൾ വിളിച്ചിട്ട് ചോദിച്ചു, അച്ചാമ്മ ഞങ്ങൾക്ക് കയ്യിൽ പൈസ തരാം, എപ്പോൾ വരും, കൈനീട്ടം തരാമെന്ന് വെച്ച്. ഞാൻ പറഞ്ഞു വരാം, ഇതൊന്ന് കഴിഞ്ഞിട്ട് മക്കളെ സമരം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. എന്നാൽ ഇതെല്ലാം കണ്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മനസ്സലിവ് തോന്നി. ഞങ്ങൾ എത്രയും ഇതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. 64 ദിവസമായി. ഇത്രയും ദിവസം കൊണ്ട് ഞങ്ങളിവിടെ രാപ്പകൽ ഇവിടെ കിടക്കുകയാണ്. എൻ്റെ തല വരെ ഞാൻ മുണ്ടനം ചെയ്തു. ഇതെല്ലാം ചെയ്തിട്ടും അല്പമെങ്കിലും മനസ്സലിവ് ചെയ്ത് ഈ സ്ത്രീകളാണ് ഞങ്ങൾ. വെറും 232 രൂപയേ ഉള്ളൂ. ഇനിയെങ്കിലും ഞങ്ങളെ ഒന്ന് വീട്ടിലോട്ട് പറഞ്ഞു വിടാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടണം. ഈ വർഷം തെരുവിൽ തന്നെയാണല്ലേ വിഷു? അതെ, ഈ വർഷം ഞങ്ങളെ വിധി തെരുവിൽ ആഘോഷിക്കാനാണ്. കാരണം എല്ലാ വർഷവും ഞങ്ങൾ കുടുംബത്ത് വീടുകളിലാണ് വിഷു ആഘോഷിക്കുന്നത്. ഈ വർഷത്തെ വിഷു ഞങ്ങളെ ഇവിടെ വെച്ച് ആഘോഷിക്കണമെന്ന് ഉള്ളൊരു വിധിയായിരിക്കും. എല്ലാ വർഷവും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. പക്ഷേ ഇപ്പം ഭയങ്കര സങ്കടമുണ്ട്. വീടുകളിൽ വിഷു ആഘോഷിച്ച് ഇരിക്കേണ്ട ഒരു ആളുകളാണ് നമ്മൾ. പക്ഷേ ഈ വർഷം ഇങ്ങനെ ആയതുകൊണ്ട് ഒരുപാട് വിഷമോ എല്ലാം ഉണ്ട്. എന്ത് പറയാം, ഞങ്ങൾക്ക് വിഷു ആഘോഷം മാത്രമല്ല, ഇനി വരുന്ന ആഘോഷങ്ങളും ഞങ്ങളുടെ മുഖ്യമന്ത്രി കണ്ണു തുറന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ തന്നെ ആഘോഷിക്കേണ്ടി വരും. ഞങ്ങളുടെ കുടുംബങ്ങൾ ഭയങ്കര കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രയാസമൊക്കെയാണ്. മക്കളൊക്കെ ഉള്ള ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ മുഖ്യമന്ത്രി ഒന്ന് കണ്ണു തുറന്നാൽ മാത്രമേ അടുത്ത് വരുന്ന പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്ററൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെയെങ്കിലും ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം ഞങ്ങൾക്ക് ആഘോഷിക്കണമെങ്കിൽ ഞങ്ങളുടെ സർക്കാർ, ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഞങ്ങളുടെ സർക്കാർ കണ്ണു തുറന്നേ മതിയാവൂ. എത്രയും വേഗം ഞങ്ങളുടെ ഈ സമരത്തിന് ഞങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിച്ചുകൊണ്ട് ഒരു ഒത്തുതീർപ്പാക്കി ഞങ്ങളെ പറഞ്ഞു വിടണം എന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാൻ. അത് തന്നെയാണ്, ഇതിനൊരു ഒത്തുതീർപ്പാകണമെന്ന് തന്നെയാണ് ഈ അമ്മമാരും പറയുന്നത്. കാരണം 64 ദിവസമാണ് ഈ തെരുവിൽ ഇങ്ങനെ പ്രതിഷേധിക്കുന്നത്. ആ തെരുവിൽ പ്രതിഷേധിക്കുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സർക്കാർ കണ്ണു തുറക്കുന്നില്ല എന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ പരാതി. പരാതിയും സങ്കടവും വിഷമവുമെല്ലാം അത് കണ്ണീർക്കടലായി, സങ്കടക്കടലായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഇത് സർക്കാർ ഈ വിഷയത്തിലൊരു കണ്ണു തുറക്കണമെന്ന് തന്നെയാണ് ഈ അമ്മമാരും അതുപോലെ തന്നെ കേരള സമൂഹവും പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ അടുത്തൊരു ഒരു ഉണ്ണിക്കണ്ണനുമുണ്ട്. ചേച്ചിയുടെ മോനാണോ? അല്ല, ദൂരിക്കുന്നത് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന സൗമി എന്ന് പറയുന്ന ആശാ വർക്കറുടെ മോനാണ്. അവൻ്റെ പേര് അമിത്. ഇന്നിവിടെ ഈ കൊല്ലം ഇവിടെയാണല്ലേ, ഈ സമര സ്ഥലത്താണല്ലേ വിഷു ആഘോഷിക്കുന്നത്? അതെ. ഈ വേഷങ്ങളൊക്കെ കെട്ടുന്ന ആരാ? അമ്മയും ആൻറ്റി. അത് തന്നെയാണ് കുട്ടിയോടൊപ്പം സമരസ്ഥലത്തേക്ക് വന്ന് ഈ സ്ഥലത്ത് ഉണ്ണിക്കണ്ണൻ്റെ വേഷമണിഞ്ഞ് നിൽക്കുകയാണ് ഒരു കുട്ടിയും. അവൻ്റെ അമ്മയോടൊപ്പമാണ് ഇവിടെ എത്തിയത്. സമരത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ്. കാരണം ഇത്തരത്തിൽ ഈ 64 ദിവസം പിന്നിടുമ്പോഴും യാതൊരുവിധ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്നില്ല. അതൊക്കെ തന്നെയാണ് ഇവരെ ഈ സ്ഥലത്ത് ഈ വിഷുദിനത്തിലും കുടുംബത്തോടൊപ്പം വിഷു ആഘോഷിക്കേണ്ട സമയത്ത് ഇത്തരത്തിൽ തെരുവിൽ വിഷുക്കണി വെച്ചുകൊണ്ട് പ്രതിഷേധിക്കേണ്ട ഒരു അവസ്ഥയിൽ എത്തിച്ചത് സംസ്ഥാനത്തെ ഭരണകൂടമാണ്. 64-ാം ദിവസം ഈ 64-ാമത്തെ ദിവസമാണ് രാപ്പകൽ സമരം തുടങ്ങുന്നത്. നിരാഹാര സത്യാഗ്രഹവും തുടരുകയാണ്. ഈ കാലത്തിലും അല്ലെങ്കിൽ ഇത്രയും ദിവസങ്ങൾ പിന്നിടുമ്പോഴും നടപടികളായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും വേദനാജനകവും പ്രതിഷേധവുമായി തുടരുന്നത്. രാപ്പകൽ സമരം 64 ദിവസം പിന്നിടുകയാണ്. ഇപ്പോൾ കണി ഒരുക്കിക്കൊണ്ട്
ഈ എല്ലാവിധ നമ്മൾ വീട്ടിൽ ആഘോഷിക്കുന്നത് പോലെ തന്നെയുള്ള എല്ലാവിധ കണി സാധനങ്ങളും കണി ഒരുക്കിക്കൊണ്ട് ഈ തെരുവിൽ വിഷുദിനത്തിൽ പ്രതിഷേധിക്കുകയാണ് ആശമാർ.